KL സ്പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഹൈദരാബാദിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം ശ്രദ്ധേയമായ നിരീക്ഷണവുമായി എത്തിയിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റനായ മൈക്കിൾ വോൺ. ഇംഗ്ലണ്ട് വിജയം കൊയ്ത കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പൂർണ്ണമായും സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നുവെന്നും വിരാട് കോഹ്ലിയായിരുന്നു നായകനെങ്കിൽ മത്സരം ഇന്ത്യ തോൽക്കില്ലായിരുന്നുവെന്നും മൈക്കിൾ വോൺ വ്യക്തമാക്കുന്നു. 190 റൺസ് ലീഡുണ്ടായിരുന്ന ഇന്ത്യ 28 റൺസിൻ്റെ തോൽവിയാണ് ഇംഗ്ലണ്ടിനോട് വഴങ്ങിയത്. 5 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയിൽ ഇതോടെ ഇംഗ്ലണ്ട് മുന്നിലെത്തുകയും ചെയ്തു. മൈക്കിൾ വോൺ പറയുന്നു, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നഷ്ടം വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയാണ്. കഴിഞ്ഞ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിലാണ് ഇന്ത്യ കളിച്ചിരുന്നതെങ്കിൽ ഇന്ത്യ തോൽക്കില്ലായിരുന്നു. രോഹിത് ഒരു ഇതിഹാസമാണ്, മഹാനായ താരവുമാണ്. എന്നാൽ അന്നത്തെ കളിയിൽ അദ്ദേഹം പൂർണ്ണമായും സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നുവെന്നും മൈക്കിൾ വോൺ വ്യക്തമാക്കുന്നു. നേരത്തെയും മൈക്കിൾ വോൺ രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയെ വിമർശിച്ചിട്ടുണ്ട്. നായകനെന്ന നിലയിൽ രോഹിത് ശരാശരി മാത്രമായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. ഫീൽഡിൽ താരങ്ങളെ ക്രമീകരിച്ച് നിർത്തുന്നതിൽ രോഹിത് ശ്രദ്ധ കാണിക്കാറില്ല. ഒലി പോപ്പിൻ്റെ റിവേഴ്സ് സ്വീപ്പുകൾക്കൊന്നും രോഹിത്തിൻ്റെ പക്കൽ ഉത്തരമുണ്ടായിരുന്നില്ലെന്നും മൈക്കിൾ വോൺ രോഹിത്തിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നു. ഫ്രണ്ട്സ്, രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. കായിക ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും മറ്റു വിശേഷങ്ങൾക്കുമായി KL സ്പോർട്സ് എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.